ബാധിച്ച പല ആവർത്തി കണ്ടും കേട്ടും ശീലിച്ച ഒരു പഴഞ്ചൻ മുത്തശ്ശി കഥയുമായാണ് ഓഗസ്റ്റ് 28-ന് ലോക പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. മലയാള സിനിമ അക്കാലം അത്രയും സ്വപ്നം കണ്ട ഒരു ദൃശ്യാനുഭവത്തിലേക്ക് ചിത്രം പ്രേക്ഷകരെ 2.5 മണിക്കൂർ നേരത്തേക്ക് ആവാഹിച്ചിരുത്തി. ഒരു മിത്തിനുള്ളിൽ ഒരുക്കിയെടുത്ത മായാലോകം ഓരോ സെക്കൻഡും പ്രേക്ഷകർക്ക് അനുഭവത്തിനപ്പുറം ഒരു അനുഭൂതി സമ്മാനിച്ചു. കോരിത്തരിപ്പോടെ ഈ നാട് അവരുടെ ആദ്യ സൂപ്പർ ഹീറോയിന് ഗംഭീരമായ വരവേൽപ്പ് നൽകി. അവളുടെ പവറുകളിൽ ആവേശം പൂണ്ടു, അവളുടെ ക്ഷതങ്ങളിൽ നീച്ചൽ അനുഭവിച്ചു, അവളുടെ തിരിച്ചടികൾ സ്വവിജയമായി കണ്ട് ആർപ്പു വിളിച്ച് ആർമാദിച്ചു. ആ പരലോകക്കാരിക്ക് ഇന്ന് ഈ നാട്ടിൽ എതിരാളികളില്ല. ഒരു ലൂസിഫറിനു മുകളിൽ അവൾ അവളുടെ സ്ഥാനം കണ്ടെത്തിയിരിക്കുന്നു. മലയാള സിനിമ അടക്കി വാഴാനാവുന്നോളം കരുത്തോടെ അതിനുച്ചിയിൽ ഒരു കാവലാളായി സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു. ലോകയ്ക്കും ചന്ദ്രയ്ക്കും ഇന്ന് ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ള മലയാള ഇൻഡസ്ട്രിയുടെ അമരത്വമാണ് അബ്സല്യൂട്ട് സുപ്രീമസി. ഒരു നാടോടി കഥയേക്കാൾ ഗംഭീരമാണ്, യാതൊരു വാഗ്ദാനങ്ങളും ഇല്ലാതെ ഹൈപ്പും ഇല്ലാതെ 24-ാം നാൾ ഇൻഡസ്ട്രിയുടെ ഒത്തമുകളിൽ സ്ഥാനമുറപ്പിക്കുന്ന ലോകയുടെ കഥ. ചരിത്രം കുറിച്ച് വാനോളം ഉയരുന്ന ചന്ദ്ര ലോകമാകെ പടുന്ന മലയാള സിനിമയുടെ വിസ്മയ യാത്രയുടെ സാക്ഷ്യം കൂടിയാണ്. വെക്കടാ ഇതുക്കുമേലൊരു പീക്ക് എക്സ്പീരിയൻസ് എന്ന് ലോക വിളിച്ചു പറഞ്ഞതും തട്ടിക്കൂട്ട് ഇൻഡസ്ട്രി എന്ന കളിയാക്കലുകളിൽ തലകുനിച്ചിരിക്കേണ്ടി വന്ന ജനതയുടെ വേരുകളിൽ നില കണ്ടെത്തിയാണ്. മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ പ്രീ റിലീസ് ഹൈപ്പോടെ എത്തിയ മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എമ്പുരാനെയും കടത്തിവിട്ടി ലോക. 267 കോടിയുടെ ആഗോള നേട്ടം. കേരളത്തിൽ നിന്നും മാത്രം 100 കോടി നേടി മോഹൻലാൽ ചിത്രം തുടരുമിട്ട റെക്കോർഡ് വെട്ടിവീഴ്ത്താൻ വെറും 20 കോടിയുടെ ദൂരം മാത്രം ബാക്കി. തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ എന്നീ ഭാഷകളിലായി രാജ്യത്ത് നിന്ന് 150 കോടിക്കും മീതെ ലോക കൊയ്തു. അനുഷ്ക നായികയായി എത്തിയ തെലുങ്ക് ചിത്രം അരുന്ധതിക്കും ആലിയ ഭട്ടിനെ കേന്ദ്ര കഥാപാത്രമാക്കി കരൺ ജോഹർ ഒരുക്കിയ റാസിക്കുമാണ് കല്യാണി പ്രിയദർശൻ തന്റെ വെറും 15ാം ചിത്രം കൊണ്ട് ചെക്ക് വെച്ചത്. സൗത്ത് ഇന്ത്യൻ സിനിമാ വ്യവസായത്തിലെ തന്നെ ഏറ്റവും വലിയ ഫീമെയിൽ ലീഡിംഗ് ഹിറ്റ്. ഒരു ലോകം തന്നെ ഒരുക്കി വെച്ചാണ് ഡൊമിനിക് അരുൺ എന്ന സംവിധായകനും ശാന്തി ബാലചന്ദ്രൻ എന്ന സഹ എഴുത്തുകാരിയും ഓണവിരുന്നൊരുക്കി പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് ക്ഷണിച്ചത്. ഒട്ടും പ്രതീക്ഷാഭാരമില്ലാതെ തിയേറ്ററിലെത്തിയ കാഴ്ചക്കാർക്ക് വീണ്ടും വീണ്ടും ആ ലോകത്തേക്ക് കടന്നു ചെല്ലാനും അതിൽ ഇഴുകിച്ചേരാനും കൊതിപ്പിച്ചതാണ് അതിലെ വിജയക്കൂട്ട്. ചിത്രം അതിന്റെ ഭാഗമായ ഓരോരുത്തരുടെയുമായി തീർന്നു എന്നതാണ് സംവിധായകൻ തന്നെ കണ്ടെത്തിയ ഫോർമുല. നിമിഷിന്റെ വശ്യതയുള്ള ദൃശ്യങ്ങൾക്ക് മുറിവ് വച്ചാതെ ചമന്റെ കത്രിക ചമച്ച കട്ടുകളും വാവൊളിച്ചിരുന്നു പോകുന്ന ട്രാൻസിഷനുകളും കോരിത്തെരിപ്പിക്കുന്ന യാനിക് ബെന്നിന്റെ ഫൈറ്റുകൾക്ക് ടീം നൽകിയ വിഷ്വൽ അവതരണവും മെൽവിയുടെ കോസ്റ്റ്യൂമും ബംഗ്ലാനൊരുക്കിയ ഭംഗിയുള്ളൊരു വേൾഡും ഇതിനെയെല്ലാം എലിവേറ്റ് ചെയ്ത് ഡോപ്പമിൻ ഡാൻസിങ് എക്സ്പീരിയൻസ് നൽകുന്ന ജെയ്ക്സിന്റെ സംഗീതവും ചേർന്ന മഹാവിരുന്ന്. എങ്ങനെയാണ് ഈ പവർ പാക്ഡ് അനുഭവത്തിന് മഹാവിജയം എന്ന സമ്മാനം പ്രേക്ഷകർക്ക് തിരികെ നൽകാതിരിക്കാനാവുക? പണത്തിളക്കമുള്ള പല ഇൻഡസ്ട്രികൾക്കും അസൂയയോടെ തിരിഞ്ഞു നോക്കാനായി ലോകയൊരുക്കിയതിന് ദുൽഖറിനും നന്ദി. വേഴ്സ് വുമൺ ഇൻ മലയാള സിനിമ എന്ന ആകുലതയ്ക്ക് ചന്ദ്ര നൽകുന്ന ഉത്തരം കൂടിയാണിത്. സൂപ്പർ സ്റ്റാറിനും മുകളിൽ ഇൻഡസ്ട്രിയുടെ തലപ്പത്തവളുണ്ടെന്ന അടയാളപ്പെടുത്തൽ. എണ്ണം പറഞ്ഞ ക്യാമിയോകൾ ലോകയെ പവർഫുൾ ആക്കുന്നുണ്ടെങ്കിലും ദുൽഖർ പറഞ്ഞതുപോലെ ഇത് ടീം ചന്ദ്രയുടെ മാത്രം വിജയമാണ്. അടിച്ചമർത്തലുകളിൽ ഉയർപ്പോയൊരു നായികയുടെ ഇഹലോകത്തെ ഉയർത്തെഴുന്നേൽപ്പാണ്. നരഭാവനകളെ ധിക്കരിച്ചിറങ്ങിയൊരുത്തിയുടെ നേട്ടമാണ്. ഷീസ് ദ ക്വീൻ ഓഫ് മലയാള സിനിമ. ചരിത്രം ലോകയെയും ചന്ദ്രയെയും അങ്ങനെ കുറിച്ച് കടന്നു പോകട്ടെ.